അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ ഗവർണർ സയ്യിദ് ബിൻ ആമിറിനെതിരെ പരാതികൾ അങ്ങേക്ക് സമർപ്പിക്കാനാണ് ഞങ്ങൾ ഹിംസിൽ നിന്നും മദീനയിലെത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ പരാതി, അങ്ങയുടെ ഗവർണർ അതിരാവിലെ ആരുടെയും പ്രശ്നങ്ങളോ പരാതികളോ കേൾക്കില്ല. രാവിലെ വളരെ വൈകിയാണ് അദ്ദേഹം ജനങ്ങളെ സമീപിക്കാറ്. രണ്ടാമത്തെ പരാതി, രാത്രിയിൽ അദ്ദേഹം ആരുടെയും സന്ദർശനം അനുവദിക്കാറില്ല. മൂന്നാമത്തെ പരാതി, മാസത്തിൽ 2 ദിവസം അദ്ദേഹം പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറേയില്ല. നാലാമത്തെ പരാതിക്ക്, അദ്ദേഹം പ്രത്യക്ഷത്തിൽ തെറ്റുകാരനല്ലെങ്കിലും അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോധക്ഷയമുണ്ടാകാറുണ്ട്. സ്വഹാബികളിൽ ഉത്കൃഷ്ടനായ സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള 4 പരാതികളുമായാണ് ഹിംസിലെ ജനങ്ങൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചത്. ഹിംസിലെ ഗവർണർ സ്ഥാനം സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റെടുക്കാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ട സമയത്ത് തന്നെ അദ്ദേഹം അത് നിരാകരിച്ചു. അമീറുൽ മുഅ്മിനീനെ, എൻ്റെ ജീവിതത്തെ അങ്ങ് നശിപ്പിക്കരുതേ, അധികാരം തന്ന് എന്നെ തഖ്വയെ ഇല്ലാതാക്കരുതേ എന്നായിരുന്നു സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സമയത്തെ നിലപാട്. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു, അധികാരത്തിന്റെ എല്ലാ ചുമതലകളും എൻ്റെ തലയിലിട്ടുകൊണ്ട് മാറി നിൽക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഹിംസിലെ ഗവർണർ സ്ഥാനം താങ്കൾ ഏറ്റെടുക്കണം. താങ്കളെപ്പോലുള്ള വളരെ ശക്തനായ ഒരു ഗവർണർക്ക് മാത്രമേ അവരെ അച്ചടക്കം പഠിപ്പിക്കാൻ കഴിയൂ. ഈ നിർബന്ധത്തിന് വഴങ്ങിയാണ് സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഹിംസിലെ ഗവർണർ സ്ഥാനം ഏറ്റെടുത്തത്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, വളരെയേറെ തഖ്വയിൽ ജീവിക്കുന്ന സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള ഹിംസുകാരുടെ പരാതി അമീറുൽ മുഅ്മിനീനെ വളരെയധികം ക്ഷമിപ്പിച്ചു. അദ്ദേഹം ഗവർണറോട് വരാൻ പറഞ്ഞു, പരാതിക്കാരോടും വരാൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഓരോ പരാതിയെക്കുറിച്ചും സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ഉത്തരം ആരാഞ്ഞു. സയ്യിദ് ബിൻ ആമിറെ, അതിരാവിലെ ജനങ്ങളെ കണ്ട് പരാതിക്ക് പരിഹാരം കാണേണ്ട, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ട താങ്കൾ രാവിലെ വളരെ വൈകിയാണ് ജനങ്ങളെ കാണുന്നത് എന്നാണ് ഹിംസുകാരുടെ പരാതി. അതിനോട് താങ്കളുടെ മറുപടി എന്താണ്? യാ അമീറുൽ മുഅ്മിനീൻ, എൻ്റെ ഭാര്യ രോഗിയാണ്. അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്ത് മരുന്നും മറ്റനുബന്ധ സാമഗ്രികളുമെല്ലാം നൽകിയതിനു ശേഷം മാത്രമാണ് എനിക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയുന്നത്. എനിക്കൊരു വേലക്കാരനെയോ വൃദ്ധനെയോ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അത് വെക്കാനുള്ള പണം പൊതുഖജനാവിൽ നിന്നും ചെലവഴിക്കണ്ട എന്നാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് ഈ ജോലികളെല്ലാം ചെയ്തതിനു ശേഷം മാത്രമേ എനിക്ക് രാവിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും കഴിയുന്നുള്ളൂ. ശേഷം രണ്ടാമത്തെ പരാതിയായ, എന്തുകൊണ്ടാണ് രാത്രിയിൽ നിങ്ങൾ പൊതുജനങ്ങളെ കേൾക്കാത്തത് എന്ന പരാതിയുടെ കാരണം അമീറുൽ മുഅ്മിനീൻ സയ്യിദ് ബിൻ ആമിറിനോട് ചോദിക്കുന്നുണ്ട്. അതിന് പരാതിയായി അദ്ദേഹം പറയുന്നത്, പകൽ സമയം ഞാൻ ജനങ്ങളുടെ ആവലാതികൾക്കും പ്രശ്നങ്ങൾക്കും ആവശ്യങ്ങൾക്കും നീക്കിവെക്കും. രാത്രി സമയം മുഴുവൻ ഞാൻ അള്ളാഹുവിനെ ആരാധിക്കാറാണ് പതിവ്. ആ സമയം സൃഷ്ടികളുടെ യാതൊരുവിധ പരാതിക്കും ഞാൻ മുഖം കൊടുക്കാറില്ല. അതിനുശേഷം മൂന്നാമത്തെ പരാതിയായ, മാസത്തിൽ 2 ദിവസം എന്തിനാണ് നിങ്ങൾ ജനങ്ങളിൽ നിന്നും അകന്ന് വീട്ടിൽ തന്നെ താമസിക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദ് ബിൻ ആമിറിനോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി സയ്യിദ് ബിൻ ആമിർ പറയുന്നത്, അമീറുൽ മുഅ്മിനീൻ, എനിക്കാകെയുള്ളത് 2 ജോഡി വസ്ത്രങ്ങൾ മാത്രമാണ്. ആ വസ്ത്രങ്ങൾ മാസത്തിൽ 2 ദിവസം ഞാൻ അലക്കാനായി ഉപയോഗിക്കും. അത് ഉണങ്ങുന്നതുവരെ എനിക്ക് ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മാസത്തിൽ 2 ദിവസം ഞാൻ ജനങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുന്നത്. 3 പരാതികളിൽ നിന്നും തന്റെ ഗവർണർ കുറ്റവിമുക്തനാണെന്ന് കണ്ടെത്തിയ അമീറുൽ മുഅ്മിനീൻ 4ാമത്തെ പരാതിയുടെ കാരണം കൂടി സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. 4ാമത്തെ പരാതിയായ, എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇടയ്ക്കിടെ ബോധക്ഷയം ഉണ്ടാകുന്നത്? ഇത് വല്ല പാരമ്പര്യ രോഗവുമാണോ സയ്യിദ് ബിൻ ആമിറെ എന്നുകൂടി അമീറുൽ മുഅ്മിനീൻ ചോദിക്കുന്നുണ്ട്. ഇതിനു മറുപടിയായി സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്ന സത്യസന്ധനായ മനുഷ്യൻ ഇങ്ങനെ മറുപടി പറയുന്നുണ്ട്. അമീറുൽ മുഅ്മിനീൻ, അങ്ങക്കറിയാമല്ലോ, ഞാനന്ന് ജാഹിലിയ കാലത്തായിരുന്നു. മക്കയിലെ ഇസ്ലാം മത വിശ്വാസിയായ ഖുബൈബിന്റെ അന്ത്യത്തിന് ഞാൻ സാക്ഷിയാണ്. ഖുറൈശികൾ അദ്ദേഹത്തെ ഒരു ഈത്തപ്പനമേൽ തറച്ചുകൊണ്ട് മാംസം ഇഞ്ചിഞ്ചായി അറുത്തെടുക്കുകയായിരുന്നു. ആ സമയത്ത് ഖുറൈശി പ്രമുഖരിൽപ്പെട്ട ചിലർ ചോദിക്കുന്നുണ്ട്, ഖുബൈബെ, നിന്റെ സ്ഥാനത്ത്
നിന്റെ പ്രവാചകൻ മുഹമ്മദിനെ ഈ ഈന്തപ്പനയിൽ തറച്ചുകൊണ്ട് വധിക്കുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതിന് മറുപടിയായിട്ട് ഹുബൈബ് പറയുന്നുണ്ട്, എൻ്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അന്ന് ഹുബൈബിനെ ഖുറൈശികൾ ഇങ്ങനെ പച്ചക്ക് വധിക്കുമ്പോൾ ഞാൻ അമുസ്ലിമായിരുന്നു. ഞാൻ ആ ഖുറൈശി അക്രമകാരികളുടെ പക്ഷത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഹുബൈബിനെ സഹായിക്കാനോ അദ്ദേഹത്തെ സംരക്ഷിക്കാനോ എനിക്ക് കഴിയുന്നില്ല. ഇപ്പോൾ പകൽ സമയങ്ങളിലോ രാത്രി സമയങ്ങളിലോ എനിക്ക് ഹുബൈബിന്റെ ഓർമ്മകൾ വരാറുണ്ട്. ആ ഓർമ്മകൾ വന്നാൽ നാളെ പരലോകത്ത് വെച്ച് എന്തുകൊണ്ട് ഹുബൈബിനെ താങ്കൾ സംരക്ഷിച്ചില്ല എന്ന് അള്ളാഹു എന്നോട് ചോദിക്കുമോ എന്ന് ഭയന്നാണ് ഇടയ്ക്കിടെ എനിക്ക് ബോധക്ഷയമുണ്ടാവുന്നത്. ഹിംസുകാരുടെ 4 പരാതികളിൽ നിന്നും തന്റെ ഗവർണർ പാപമുക്തനായതിൽ അമീറുൽ മുഅ്മിനീൻ വളരെയധികം സന്തോഷിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ സ്തുതിച്ചു. അതിനുശേഷം അമീറുൽ മുഅ്മിനീൻ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന് 400 ദിർഹം കൊടുത്തയച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭൃത്യനെ വെക്കാനും മറ്റു അദ്ദേഹത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാനുമായിരുന്നു അമീറുൽ മുഅ്മിനീൻ ഈ പണം അദ്ദേഹത്തിന് കൊടുത്തയച്ചത്. മസ്ലമ റളിയല്ലാഹു അൻഹു മുഖേനയായിരുന്നു ഈ പണം സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന് എത്തിച്ചത്. ഈ പണം ലഭിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതൻ ഹിംസ വിട്ട് പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ 400 ദിർഹവും സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഹിംസിലെ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് സദക്കയായി വിതരണം ചെയ്തു. ഇന്നത്തെ കാലത്ത് ചെറിയൊരു അധികാര സ്ഥാനം കിട്ടുമ്പോഴേക്കും ആഡംബരത്തിന്റെ അത്യുന്നതങ്ങൾ കാണിക്കുന്ന അഭിനവ നേതാക്കന്മാർക്കും ഗവർണർമാർക്കുമെല്ലാം ഒരുപാട് പഠിക്കാനുണ്ട്, അറിയാനുണ്ട്. ഇത്തരത്തിലുള്ള സഹാബി പ്രമുഖരുടെ ജീവിതവും വീക്ഷണങ്ങളും നിലയും നിലപാടുകളുമെല്ലാം